ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾ കേട്ടതാണ് ബേസിൽ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ. അതിൽ അദ്ദേഹം മോശമായൊരു പദപ്രയോഗം നടത്തിയെന്നാണ് ഞാൻ കേട്ടത്. അതായത് കിഫ്ബിയോ കിണ്ടിയോ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട് ബേസിൽ. പിന്നീട് പറഞ്ഞത് 5.5 ലക്ഷം വീടുകൾ അദ്ദേഹം, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ ലൈഫ് മിഷൻ ഇത്രയ്ക്ക് വലിയ സംഭവമായിട്ട് പറയേണ്ടതെന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. താങ്കൾ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ, താങ്കൾ ഇത് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്ന ആൾ കൂടിയാണ്. ഞാൻ എന്തായാലും കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച്. അവരുടെ നേതാവ് പോലും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല. വി ഡി സതീശൻ പോലും പറഞ്ഞിട്ടില്ല 5.5 ലക്ഷം വീട് കിട്ടിയിട്ടുള്ള കാര്യം. ഇവിടെ ഇപ്പോൾ ബേസിൽ പറയുകയാണ് 5.5 ലക്ഷം വീട് കിട്ടിയിട്ടുണ്ട്. കിഫ്ബി എന്ന് പറയുന്നത് എന്തൊക്കെയോ തട്ടുപൊളിപ്പൻ സാധനമാണ്. എങ്ങനെയാണ് താങ്കൾ ഈ ബേസിലിന് നൽകുന്ന ഒരു മറുപടി? പിന്നെ സിജു, ഇതിൽ ഈ ഇത്തരത്തിലുള്ള ഡോക്ടർ ഗോപൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ നടത്തിയ മിഷൻ മോഡിലുള്ള ചില പ്രവർത്തനങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. എന്നാൽ തിരിച്ച് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നടത്തിയ ഒരു വികസന പദ്ധതിയാണ് ലൈഫ് മിഷൻ മോഡെന്ന് പറയുന്നത്. എന്താണ് ലൈഫ് മിഷൻ മോഡെന്ന് വെറുതെ അങ്ങ് പറയുകയല്ല. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്, അതിൻ്റെ ചുരുക്കപ്പേരാണ് ലൈഫ് എന്നുള്ളത്. അതെങ്കിലും കോൺഗ്രസ് പ്രതിനിധി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇനി 60 മാസം ഭരിക്കേണ്ടവരല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അതിജീവനത്തിനുള്ള ഒരു രാസത്വരകമായി ഗവൺമെൻറ് ഇടപെടലിലൂടെ വന്നതാണ് ഈ ലൈഫ് മിഷൻ മോഡ് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ പ്രത്യേകത. ആ പ്രത്യേകതയെ നിങ്ങൾ ഉമ്മൻചാണ്ടി 5 ലക്ഷം വീട് 5 വർഷം കൊണ്ട് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ പരിഹസിക്കുന്ന സ്വന്തം ഭരണത്തെയാണ് എന്നുള്ളതോടെ മനസ്സിലാക്കണം കേട്ടോ. കാരണം വീട് കൊടുത്തു, ഇല്ല എന്നും പറയുന്നില്ല, പക്ഷേ വീട് പൂർത്തീകരിച്ചില്ല. എനിക്കറിയാം, ഞാനത് നേരത്തെ കൈരളിയുടെ ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്, മറ്റ് ചാനലുകളുടെ ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്. ഒരു വീടിന് തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 4ഉം 5ഉം പ്രാവശ്യം ഭവന വായ്പ വാങ്ങിച്ചവരെ നേരിട്ട് എനിക്കറിയാം. അത്തരം സംഭവങ്ങളുണ്ട്. അവർക്കടക്കം അവരൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. മറ്റ് ചില അവശ്യ ജനവിഭാഗങ്ങളാണ്, അവർക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പിണറായി സർക്കാർ മിഷൻ മോഡ് കൊണ്ടുവന്നതിന് ശേഷം അവർ വീട് വെക്കണം, വീട് വെച്ച് താമസിക്കണം എന്നുള്ള ആ ഒരു താല്പര്യത്തോടു കൂടി തന്നെ ഉത്തരവാദിത്തോടെ അവർക്ക് പൈസ, ഇപ്പോൾ എസ് സി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അത്തരക്കാർ അങ്ങനെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനവരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്. അവർക്കടക്കം പൈസ കൊടുത്തുകൊണ്ട് അവരുടെ വീട് പൂർത്തീകരിച്ച് വന്നിട്ടാണ് ഈ പറയുന്ന 5 ലക്ഷത്തിലധികം വീടിൻ്റെ നമ്പറിലേക്ക് അത് വരുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ വീട് പണികൾ നടക്കുന്നുണ്ട്. പണിതീരാത്ത വീടുകൾ എന്ന് നമ്മൾ സാമാന്യേന പറയുന്ന, സാധാരണ ഭാഷയിൽ പറയുന്ന പണിതീരാത്ത വീടുകൾ ആയിരക്കണക്കിനും 10,000-കണക്കിനും ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതികൾക്കെല്ലാം അറിയുന്നതുമാണ്. അതിനൊക്കെ പകരം അതൊന്നുമില്ല, അതെല്ലാം ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് ഉമ്മൻചാണ്ടി അധികാരം ഒഴിഞ്ഞത് എന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് താങ്കൾ ജനപ്രതിനിധിയാണോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അല്ലെങ്കിൽ പോലും അന്വേഷിച്ച് അറിയാൻ പറ്റുമോ എന്തായിരുന്നു 2011-16 കാലയളവിൽ UDF സർക്കാർ ചെയ്ത ഭവന പദ്ധതിയിൽ വന്ന ലാഗിങ്ങും ലാപ്സസും എന്തൊക്കെയായിരുന്നു എന്നത് അന്വേഷിച്ചാൽ മാത്രം മതി. ഞാനത് ഇവിടെ വിശദീകരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ ചർച്ചയിലിപ്പോൾ സിജു അത് നമുക്കെല്ലാം നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ മറ്റൊന്നാണ്, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് കോൺഗ്രസ് പ്രതിനിധി മറുപടി പറഞ്ഞതായിട്ട് കേട്ടില്ല. ബേസിലിന് അറിയുമോ എന്നറിയില്ല. തുരങ്കപാത വേണ്ട എന്ന് തന്നെയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ആവർത്തിച്ച് സമീപ മാസങ്ങളിൽ കൂടി പറഞ്ഞിരുന്നത്. തങ്ങൾ അത് നടപ്പാക്കില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ എന്താണ് ഏപ്രിൽ 6-ാം തീയതി സംഭവിച്ചത്? ന്യൂഡൽഹിയിൽ സുപ്രീം കോടതിയിലാണ് കേട്ടോ. വയനാട് പരിസ്ഥിതി സംരക്ഷണ സമിതി വയനാട് തുരങ്കപാത നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ട കേരള ഹൈക്കോടതി വിധിക്കെതിരെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ PIL കൊടുത്തിരുന്നല്ലോ. ആ PIലാണ് കോടതി തള്ളിയത്. അത് ഇവർ പറയുന്ന വയനാട് പരിസ്ഥിതി സംരക്ഷണ സമിതി പറഞ്ഞ വാദങ്ങൾ മുഖവിലയ്ക്ക് പോലും എടുക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് എന്ന് പറഞ്ഞാണ് അത് തള്ളിയത്. അതൊക്കെ താങ്കളും ഈ മാധ്യമ വാർത്തകൾ അറിയുന്ന ആളായതുകൊണ്ട് അതും ഞാൻ പരത്തി പറയേണ്ടതില്ല.
അത് നിങ്ങളിനി സുപ്രീം കോടതി വിധിയെ മറികടന്ന് ഞങ്ങൾ സുപ്രീം കോടതി വിധിയൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങളുടെ അന്നത്തെ പ്രതിപക്ഷ നേതാവാണ് ഇപ്പം മുഖ്യമന്ത്രി, അദ്ദേഹമാണ് പറഞ്ഞത് ഇത് തുരങ്കപാത അനുവദിക്കില്ല എന്ന്, അതുകൊണ്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെ താങ്കൾ പറയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണഗതിയിൽ അങ്ങനെ പറയാൻ സാധ്യതയില്ല, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തകനൊക്കെ ആയിരിക്കുന്ന ഒരാൾ പറയാൻ സാധ്യതയില്ലെന്ന് ഞാൻ വിചാരിക്കൂ. ഇനി താങ്കളുടെ മറുപടി കേൾക്കുമ്പോഴല്ലേ അറിയൂ എങ്ങനെയാണ് പറയുക എന്നുള്ളത്. പ്രശ്നം എന്താണെന്നറിയാമോ സിജു? ചുരുക്കത്തിൽ ഒറ്റ കാര്യം പറയാനുള്ളൂ. പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ നമുക്കിത് നശിപ്പിക്കാൻ ഒരു പ്രയാസമില്ലാതെ നശിപ്പിക്കാൻ പറ്റും. ഇത്തരം പദ്ധതികളെയെല്ലാം വേണ്ടാന്ന് വെക്കാൻ പറ്റും, നശിപ്പിക്കാൻ പറ്റും. പക്ഷേ ഒന്ന് പുതിയതായിട്ടൊന്ന് കെട്ടി ഉയർത്താനായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന പാട് എത്ര പെടാപ്പാട് പെടണം എന്ന് അതിൻ്റെ പിന്നിൽ ആത്മാർത്ഥമായി നിന്നിട്ടുള്ള ഓരോരുത്തർക്കും, അത് LDF ആകണമെന്നില്ല, UDF ഉള്ള നേതാക്കൾക്കും കൃത്യമായി അറിയാം എങ്ങനെയാണെന്ന് നിർമ്മിക്കാൻ പെടാപ്പാട് പെടേണ്ടി വരുന്നത് എന്നുള്ളത്. പക്ഷേ അതിനെ തകർക്കാനായിട്ടൊരു പ്രയാസമില്ല, തകർക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഈ തകർക്കലിൻ്റേതായ ഒരു രാഷ്ട്രീയം കൊണ്ടുവരാനാണോ തങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ തങ്ങൾ ലക്ഷ്യം വെക്കുന്നത്? ആ മുന്നണിയും അതിന്റെ വക്താക്കളുമാണ് ഇത്തരം ചർച്ചകളിൽ നമ്മളെ ബോധവൽക്കരിക്കേണ്ടത്. താങ്കൾ ചോദിച്ച ചോദ്യം തന്നെയാണ് ഒരുപക്ഷെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അടക്കം ചോദിക്കുന്നത്.